മുഖ്യമന്ത്രിയുടെ ഗൺമാൻ പ്രതിഷേധക്കാരെ ആക്രമിച്ച സംഭവത്തിൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കരിങ്കൊടി പ്രതിഷേധങ്ങൾക്കിടെ ഇന്നലെ ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ പ്രവർത്തകരെ ആക്രമിച്ച സംഭവം, മർദ്ദിച്ച സംഭവം വലിയ വിവാദങ്ങളായിരുന്നു. രാഷ്ട്രീയ പോർമുഖത്ത് ഏറ്റുമുട്ടലിന് പോലും വഴിയൊരുക്കിയ സംഭവത്തിൽ ആ വിഷയം ചൂടോടെ ഏറ്റുപിടിക്കുക തന്നെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. സംഭവത്തിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ മാർച്ച് നടത്തുകയാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബാരിക്കേഡുകൾ തള്ളിമാറ്റുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. തിരുവനന്തപുരത്താണ് ഇപ്പോൾ പ്രതിഷേധം തുടരുന്നത്. സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അടക്കമുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും അവരുടെ കുടുംബത്തിനുള്ള സുരക്ഷ അടക്കം വർദ്ധിപ്പിച്ചത് ഇന്നലെയായിരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ച പ്രവർത്തകരെ ദാക്ഷിണ്യമില്ലാതെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രാഷ്ട്രീയ വിവാദം മുറുകുകയായിരുന്നു. പ്രതിപക്ഷ നേതാവും KPC അധ്യക്ഷനുമടക്കം വലിയ രീതിയിൽ വിമർശനം ഉന്നയിച്ച സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് അതേപോലെ പ്രതിഷേധം തുടരുക തന്നെയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് വെച്ച് പ്രവർത്തകർ പോലീസുകാർ സ്ഥാപിച്ച ബാരിക്കേഡുകൾ തള്ളിമാറ്റാൻ ശ്രമിക്കുകയാണ്. പ്രതിഷേധക്കാരെ അനുനയിപ്പിക്കാൻ പോലീസ് ശ്രമിക്കുന്നു. ജലപീരങ്കി അടക്കം എത്തിച്ച് പ്രതിഷേധക്കാരെ നേരിടാൻ തന്നെ പോലീസ് സജ്ജമായി എന്ന് വേണം മനസ്സിലാക്കേണ്ട. പ്രതിഷേധക്കാർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ് പോലീസ്. പ്രതിഷേധം ബാരിക്കേഡുകൾ നീക്കാൻ ശ്രമിച്ചതോടെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചത്. പ്രവർത്തകരെ മർദ്ദിച്ച ഗൺമാൻ അനിലിനെ മുഖ്യമന്ത്രി അടക്കം പിന്തുണച്ചിരുന്നു. സംഭവം ചെയ്തത് മുഖ്യമന്ത്രിക്കൊന്നും സംഭവിക്കരുതെന്ന് കരുതി മാത്രമാണ് തന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഇടപെട്ട് എന്ന രീതിയിലായിരുന്നു മുഖ്യമന്ത്രി അടക്കം ഈ ഗൺമാനെ സംരക്ഷിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. മന്ത്രിമാരടക്കം ഇന്നലത്തെ സംഭവത്തെ പിന്തുണയ്ക്കുകയാണ് ഉണ്ടായത്. ഇതോടെയാണ് വലിയ രാഷ്ട്രീയ വിവാദത്തിന്, പുതിയൊരു പോർമുഖത്ത് പുതിയ വിവാദത്തിന് തുടക്കമിടുന്നത്. പ്രതിഷേധക്കാർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. MG പ്രദേശ് ഇന്നലത്തെ സംഭവത്തോടു കൂടി യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം മറ്റൊരു തലത്തിലേക്ക് കടക്കുന്നു. ഗൺമാനടക്കം ഡിവൈഎഫ്ഐക്കാർക്ക് പുറമെ ഗൺമാനടക്കം പ്രവർത്തകരെ മർദ്ദിച്ചു എന്ന ആരോപണത്തിൽ ഇപ്പോൾ പ്രതിഷേധം കടുപ്പിക്കുകയാണ്. എന്താണ് അവിടുത്തെ സ്ഥിതി? പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നുണ്ടോ? കരിങ്കൊടി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അടക്കം നില മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധം കടുപ്പിക്കുകയായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. തിരുവനന്തപുരത്താണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വലിയ രീതിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. MG പ്രതീഷ് വിവരങ്ങളുമായി ചേർന്നു. പ്രതീഷ്, കേൾക്കാമെങ്കിൽ പ്രവർത്തകർ ഇപ്പോൾ പിരിഞ്ഞു പോയിട്ടുണ്ട്. എന്താണ് അവിടുത്തെ സ്ഥിതിവിശേഷം? പ്രവർത്തകരും പോലീസും തമ്മിൽ ഇപ്പോൾ ഉന്തും തള്ളും ഉണ്ടായിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ജീവനക്കാരനായ സന്ദീപിന്റെ പട്ടത്തുള്ള വീട്ടിലേക്കാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തിയത്. ഈ വീടിന് തൊട്ട് സമീപത്ത് വെച്ച ഈ മാർച്ച് പോലീസ് തടഞ്ഞു. ബാരിക്കേഡ് വെച്ചാണ് തടഞ്ഞത്. എന്നാൽ ഈ ബാരിക്കേഡ് മറിച്ചിടാൻ പ്രവർത്തകർ ശ്രമിച്ചു. തുടർന്ന് ബാരിക്കേഡ് പ്രവർത്തകർ മറിച്ചിട്ടു. ഇപ്പോൾ നമുക്ക് കാണുന്നത് ഒരു ലാത്തി ചാർജിലേക്ക് പോലീസ് കടക്കുന്നു എന്നുള്ള വിവരമാണ്. കാരണം പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാകുന്നു. തരത്തിൽ വാക്കേറ്റം ഉണ്ടാകുന്നുണ്ട്. ബാരിക്കേഡ് വെച്ച് തടയാൻ ശ്രമിച്ചെങ്കിലും ഈ ബാരിക്കേഡ് പ്രവർത്തകർ മറിച്ചിട്ടു. അതിനെ തുടർന്നാണ് ഇപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരുന്നു. ഇപ്പോൾ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. നേരത്തെ ആലപ്പുഴയിലും മറ്റിടങ്ങളിലും നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു പോകുമ്പോൾ പ്രതിഷേധിച്ച KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ജീവനക്കാർ മർദ്ദിച്ചിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും അത് ഒരു സംഘർഷാവസ്ഥയിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഈ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. പോലീസ് പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കൂടുതൽ പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തുകയാണ്. നിലവിൽ ചെറിയ തരത്തിലുള്ള സംഘർഷാവസ്ഥ സ്ഥലത്ത് നിലനിൽക്കുന്നുണ്ട്. പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരുന്നു. പക്ഷേ ഈ ബാരിക്കേഡ് മറികടന്ന് പ്രവർത്തകർ മുന്നോട്ട് പോയതാണ് ചെറിയ തരത്തിലുള്ള
സംഘർഷത്തിലേക്ക് കലാശിച്ചത് ഈ സന്ദീപിന്റെ മുഖ്യമന്ത്രിയുടെ എസ്കോർട്ട് വാഹനത്തിലുള്ള ജീവനക്കാരന്റെ തൊട്ട് മുന്നിൽ വെച്ചാണ് ഈ പ്രതിഷേധ മാർച്ച് ഇപ്പോൾ തടഞ്ഞിരിക്കുന്നത്. മാത്രമല്ല നിലവിൽ ഈ പ്രതിഷേധ മാർച്ച് നടക്കുന്നതിന് സമീപം ഒരു വിഭാഗം ഡിവൈഎഫ്ഐ പ്രവർത്തകരും ഒപ്പം CPM പ്രവർത്തകരും അടക്കം സംഘടിച്ചിട്ടുണ്ട്. അത് മറ്റൊരു സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോട് കൂടിയാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിരോധം തീർക്കുന്നത്. വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വീണ്ടും പ്രവർത്തകർക്കെതിരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ജലപീരങ്കി പ്രയോഗിക്കുമ്പോഴും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. ഏകദേശം 100ഓളം വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. രണ്ടാമതും പോലീസ് പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. എന്നാൽ പിന്തിരിഞ്ഞു പോകാൻ കൂട്ടാക്കാത്ത പ്രവർത്തകർ ഇവിടെ തന്നെ തമ്പടിച്ച് നിൽക്കുകയാണ്. വലിയ തരത്തിലുള്ള പ്രതിഷേധം മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ജീവനക്കാരൻ ഗൺമാനെതിരെയും വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്നു. കാരണം ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും KSU പ്രവർത്തകരെയും മർദ്ദിക്കുമ്പോഴും മുഖ്യമന്ത്രി ഇതിന് മൗനാനുവാദം നൽകുന്നു എന്നതാണ് പ്രധാനമായും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്ന കാര്യം. ഇവരെ പിന്തുണച്ചുകൊണ്ട് മുഖ്യമന്ത്രി പ്രജീഷ് പറഞ്ഞതുപോലെ തന്നെ ഈ സമീപ കേരളത്തിലും നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സ്ട്രാറ്റജി മാറ്റുന്നു. ഈ പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ സർക്കാരിനോ ഗവർണർക്കോ പുറമെ ആരാണോ മർദ്ദിച്ചത് ആ മർദ്ദിച്ച ഉദ്യോഗസ്ഥരുടെ വീട്ടിലേക്ക് പ്രതിഷേധം നടക്കുന്നു എന്നൊരു പ്രത്യേകത കൂടി പ്രതിഷേധത്തിനില്ലേ പ്രജീഷ്? തീർച്ചയായും. കാരണം ഈ നേരത്തെ തന്നെ മുഖ്യമന്ത്രിയുടെയും ഒപ്പം ഈ സുരക്ഷാ ജീവനക്കാരുടെയും നിലപാടിനും പ്രവർത്തിക്കുമെതിരെ വലിയ തരത്തിൽ വിമർശനം ഉണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവടക്കം ഇക്കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് രൂക്ഷമായ വിമർശനമാണ് മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ സുരക്ഷാ ജീവനക്കാരുടെ വീട്ടിലേക്ക് തന്നെ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തുന്നത്. ഈ ആലപ്പുഴയിലുണ്ടായ സംഘർഷത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും KSU പ്രവർത്തകർക്കും പരിക്കേറ്റിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചത്. മുഖ്യമന്ത്രിയുടെ ഒപ്പമുള്ള സുരക്ഷാ എസ്കോർട്ട് ജീവനക്കാരനായ സന്ദീപിന്റെ വീട് തിരുവനന്തപുരം പട്ടത്തിന് സമീപമാണ്. ഈ വീട്ടിലേക്കാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. സ്ഥലത്ത് സംഘർഷ സാധ്യത മുന്നിൽ കണ്ട് വലിയ തരത്തിലുള്ള പോലീസ് സന്നാഹം ഈ മേഖലയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ തൊട്ടടുത്ത് തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകരടക്കം കൂട്ടം കൂടി നിൽപ്പുണ്ട്. ഇവർക്കെതിരെ മുദ്രാവാക്യം വിളികളുമായി തൊട്ടപ്പുറത്ത് CPM പ്രവർത്തകർ നിൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അത് മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു സംഘർഷ സാധ്യതയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ഒരു പോലീസ് സന്നാഹം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ തിരുവനന്തപുരം പട്ടത്ത് ഉണ്ട്. 2 തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പക്ഷേ ഈ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. ഇപ്പോഴും പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റവും ചെറിയ തരത്തിലുള്ള ഉന്തും തള്ളം ഉണ്ടാവുകയാണ്. കുറച്ച് അധികം പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നു. ചില പ്രവർത്തകർ പോലീസുമായി വാക്കേറ്റത്തിൽ ഏർപ്പെടുകയും ചെയ്യുകയാണ്. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം മുഖ്യമന്ത്രിയുടെ ഗൺമാന്റെ വീട്ടിലേക്ക് ഉണ്ടാകുന്നു. KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കരിങ്കൊടി കാണിച്ചു എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജനാധിപത്യപരമായ ഒരു സമരരീതി അവലംബിച്ചതിന്റെ പേരിൽ ക്രൂരമായി മർദ്ദിച്ചു എന്നതാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇത്തരത്തിൽ ഒരു മർദ്ദനം ഉണ്ടായിട്ട് പോലും അതിനെതിരെ സംസാരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. ഈ മർദ്ദിച്ചവരെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് പിന്തുണ നൽകുകയുമാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത്. ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇത്തരത്തിൽ ഇനി ഉണ്ടായാൽ ഈ പ്രതിഷേധം വീണ്ടും വ്യാപിപ്പിക്കുമെന്നതാണ് യൂത്ത് കോൺഗ്രസ് അടക്കം ഇപ്പോഴും പറയുന്നത്. നിലവിൽ സ്ഥിതി അല്പം സമാധാനപരമായിട്ടുണ്ടെങ്കിൽ കൂടിയും വീണ്ടും മുദ്രാവാക്യം വിളികളുമായി വലിയ തരത്തിലുള്ള പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തീർക്കുകയാണ്. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. മാത്രമല്ല തൊട്ടപ്പുറത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വിഭാഗം CPM പ്രവർത്തകർ തടിച്ചുകൂടിയിട്ടുണ്ട്. സന്ദീപിന്റെ വീടിന് മുന്നിലാണ് CPM പ്രവർത്തകർ തടിച്ചുകൂടിയിരിക്കുന്നത്. സന്ദീപിന് പിന്തുണയുമായാണ് CPM പ്രവർത്തകരും രംഗത്ത് വന്നിരിക്കുന്നത്. അവിടെയും നിയന്ത്രിക്കാൻ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. സ്ഥിതി ഒരു സംഘർഷാവസ്ഥയിലേക്ക് പോകാതിരിക്കാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. നിലവിൽ മുഖ്യമന്ത്രിക്കും ഒപ്പം മർദ്ദിച്ച ഗൺമാനുമെതിരെ വലിയ തരത്തിലുള്ള മുദ്രാവാക്യമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഈ റോഡിൽ കുത്തിയിരുന്നുള്ള പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്.
പ്രജീഷ് പറഞ്ഞതുപോലെ അനുനയം ചിലപ്പോൾ ബുദ്ധിമുട്ടാകും. കാരണം നമ്മൾ കണ്ടതാണ് പോലീസിന്റെ സാന്നിധ്യത്തിൽ, പോലീസിന്റെ കാഴ്ച പരിമിതിയിൽ തന്നെ യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള പ്രവർത്തകരെ, പ്രതിഷേധിച്ചവരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ക്രൂരമായി മർദ്ദിച്ച പല സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന സ്ഥലത്തും ഇതേപോലെ പോലീസിന്റെ ഒരു ബാരിക്കേഡ് ഉണ്ടെങ്കിലും പ്രവർത്തകരെ മാറ്റാനും അനുനയിപ്പിക്കാൻ പോലീസ് ഉണ്ടെങ്കിലും മറുവശത്ത് CPM ഡിവൈഎഫ്ഐ പ്രവർത്തകർ നിൽക്കുന്നു എന്നുള്ളത് വലിയ സംഘർഷ സാധ്യതയിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യതയ്ക്ക് ഇടയാക്കുന്നുണ്ടോ പ്രതീക്ഷ അവിടെ? നിലവിൽ ആദ്യഘട്ടത്തിൽ സംഘർഷ സാധ്യത നിലനിന്നിരുന്നുവെങ്കിലും ഇപ്പോൾ പ്രവർത്തകർ ഈ ഉന്തും തള്ളലും നിർത്തി റോഡിൽ കുത്തിയിരുന്ന മുദ്രാവാക്യം വിളിക്കുകയാണ്. തുടക്കത്തിൽ ഒരു സംഘർഷാവസ്ഥയിലേക്ക് സ്ഥിതി പോയിരുന്നു. എന്നാൽ പോലീസ് ഇടപെട്ട് ഈ പ്രവർത്തകരെ അനുനയിപ്പിക്കാനും ഒപ്പം പിന്തിരിപ്പിക്കാനുമുള്ള ഒരു ശ്രമമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചിരുന്നു. ബാരിക്കേഡ് വെച്ചാണ് പ്രധാന റോഡ് പോലീസ് നിയന്ത്രിച്ചത്. എന്നാൽ ഈ ബാരിക്കേഡ് പ്രവർത്തകർ മറിച്ചിടുകയും തുടർന്ന് ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. അതിനുശേഷം പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാവുകയും അതൊരു കയ്യാങ്കളിയിലേക്ക് പോകുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. നിലവിൽ പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന മുദ്രാവാക്യം വിളിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും ഒപ്പം ഈ ഗവൺമെന്റിനെതിരെയാണ് വലിയ തരത്തിലുള്ള പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. കാരണം ഈ കരിങ്കൊടി പ്രതിഷേധം ഒരു ജനാധിപത്യ സമര രീതിയാണ്. പക്ഷേ അതിനെയൊക്കെ തന്നെ മുഖ്യമന്ത്രി ഭയപ്പെടുന്നു, പാർട്ടി പ്രവർത്തകർ ഭയപ്പെടുന്നു എന്നതാണ് പ്രധാനമായും യൂത്ത് കോൺഗ്രസുകാർ പറയുന്ന ഒരു കാര്യം. കരിങ്കൊടി പ്രതിഷേധത്തിന് ആരും എതിരില്ല എന്ന് സംസ്ഥാന മന്ത്രിമാർ ഉൾപ്പെടെ പറയുമ്പോഴും ഇത്തരത്തിൽ കരിങ്കൊടി പ്രതിഷേധം നടത്തുന്നവരെ ക്രൂരമായി പോലീസും ഒപ്പം മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരും തല്ലിച്ചതയ്ക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടാകുന്നത്. ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ് പ്രധാനമായും യൂത്ത് കോൺഗ്രസ് അടക്കം പറയുന്നത്. പ്രതിപക്ഷ നേതാവ് അടക്കം ഈ വിഷയമായിരുന്നു ഇന്ന് ഉയർത്തിക്കാട്ടിയത്. വലിയ തരത്തിലുള്ള മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ജീവനക്കാരുടെ നിലപാടിനും പ്രവർത്തിക്കുമെതിരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ സമാധാനപരമായി കരിങ്കൊടി കാണിക്കാൻ എത്തിയ പ്രവർത്തകരെയാണ് ക്രൂരമായി തല്ലിച്ചതച്ചത്. ഇതിന് മുഖ്യമന്ത്രി മൗനാനുവാദം നൽകുന്നു. മന്ത്രിമാരടക്കം ഇതിന് പ്രോത്സാഹനം നൽകുന്നു. ഈ ഇത്തരത്തിൽ മർദ്ദനം നടത്തിയവരെ മാലയിട്ട് സ്വീകരിക്കുന്നു. അത്തരത്തിലുള്ള ഒരു രീതി ഇടത് വിഭാഗത്തിൽ അല്ലെങ്കിൽ CPM-ൽ ഉണ്ടാകുന്നു. ഇതിനെതിരെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം തീർക്കുകയും ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ജീവനക്കാരന്റെ വീട്ടിലേക്ക് വലിയ തരത്തിലുള്ള പ്രതിഷേധവുമായി എത്തുകയും ചെയ്തത്. നിലവിൽ സ്ഥിതി സമാധാനപരമാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നുണ്ടെങ്കിലും ആ ഒരു സംഘർഷാവസ്ഥ ഇപ്പോൾ നിലനിൽക്കുന്നില്ല. ശരി, പ്രതീഷ് പറഞ്ഞതുപോലെ ഈ അടുത്തൊന്നും രാഷ്ട്രീയ കേരളത്തിൽ കണ്ടിട്ടില്ലാത്ത രീതിയിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച പ്രവർത്തകരെ തല്ലിച്ചതച്ച ഗവൺമെന്റ് വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നടത്തുകയാണ്. അതിന്റെ വിശദാംശങ്ങളാണ് MG പ്രതീഷ് തന്നത്. തിരുവനന്തപുരത്താണ് മാർച്ച് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ സമാധാനപരമായാണ് മാർച്ച് പുരോഗമിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ ആലപ്പുഴയിലായിരുന്നു കരിങ്കൊടി പ്രതിഷേധവുമായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരായ സന്ദീപും അനിൽ കല്യൂരും ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നത്. ഇത് വലിയ രാഷ്ട്രീയ വിവാദത്തിനും രാഷ്ട്രീയ കോളിളക്കത്തിനും വഴിവെച്ചെങ്കിലും ഇതിലൊന്നും പരസ്യമായി അതിനെ എതിർക്കാതെ അതിനെ നിരസിക്കാതെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് ഇടതുപക്ഷത്തു നിന്നും മന്ത്രിമാരിൽ നടക്കം ഉണ്ടായത്. മുഖ്യമന്ത്രി ഇന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് തന്നെ അംഗരക്ഷകരുടെ നടപടി തനിക്കൊന്നും സംഭവിക്കരുതെന്ന് കരുതിയാണെന്ന രീതിയിൽ ഒരു ന്യായീകരണം, പിന്തുണയായിരുന്നു മുഖ്യമന്ത്രി ഇന്ന് നടത്തിയത്. ഒപ്പം മന്ത്രിമാർ ഈ വിഷയത്തെ ന്യായീകരിച്ചിരുന്നു. ഇതോടെയാണ് ഗത്യന്തരമില്ലാത്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവരുടെ പ്രവർത്തകരെ മർദ്ദിച്ചവരുടെ വീടുകളിലേക്ക് പ്രതിഷേധം എന്ന പുതിയ സ്ട്രാറ്റജിയുമായി മുന്നോട്ട് പോയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു ഈ മാർച്ച് പുരോഗമിക്കുന്നത്. പോലീസ് ബാരിക്കേഡ് വെച്ച് പ്രവർത്തകരെ തടഞ്ഞു. ബാരിക്കേഡ് തള്ളിമാറ്റാൻ ശ്രമിച്ചവർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. ഇതേസമയം ഈ പോലീസുകാർ ബാരിക്കേഡ് വെച്ച സമയത്ത് മറുവശത്ത് സന്നദ്ധരായ ഡിവൈഎഫ്ഐ പ്രവർത്തകരടക്കം ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. MG പ്രതീഷ്, നിലവിൽ അവിടെ രംഗം ശാന്തമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്, അങ്ങനെയല്ലേ? സുഹൈൽ, തീർച്ചയായും നിലവിൽ സ്ഥിതി സമാധാനപരമാണ്. കാരണം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രതിഷേധം ഇപ്പോൾ നിലവിലില്ല. അല്പസമയം മുമ്പാണ് തിരുവനന്തപുരം പട്ടത്തെ മുഖ്യമന്ത്രിയുടെ എസ്കോർട്ട് ജീവനക്കാരനായ സന്ദീപിന്റെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഈ ഒരു സംഘർഷ സാധ്യത മുന്നിൽ കണ്ട് തന്നെ പോലീസ് ഈ വീടിന് ഒരു 100 മീറ്റർ അപ്പുറത്ത് വെച്ച ബാരിക്കേഡ് ഉപയോഗിച്ച് ഈ പ്രതിഷേധ മാർച്ച് തടയുകയായിരുന്നു. എന്നാൽ ബാരിക്കേഡ് മറച്ചിട്ട പ്രവർത്തകർ മുന്നോട്ട് പോയി. തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. 2 തവണയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. അതിനുശേഷവും ഈ പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാൻ തയ്യാറായിരുന്നില്ല. ഇത് അല്പസമയം പോലീസും പ്രവർത്തകരും തമ്മിൽ ഒരു ഉന്തും തള്ളിലേക്കും കയ്യാങ്കളിയിലേക്കും പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തൊട്ടപ്പുറത്ത് സന്ദീപിന്റെ വീടിന് സമീപം ഒരു വിഭാഗം CPM DYFI പ്രവർത്തകർ തടിച്ചുകൂടിയിരുന്നു. കാരണം സന്ദീപിന് പിന്തുണയുമായാണ് CPM DYFI പ്രവർത്തകർ രംഗത്തെത്തിയത്. ഇത് പോലീസിന് ചില ആശങ്കയുണ്ടാക്കിയിരുന്നു. കാരണം ഈ പ്രവർത്തകർ അപ്പുറത്തെ
ഭാഗത്തേക്ക് പോയാൽ ഏതെങ്കിലും തരത്തിലൊരു സംഘർഷ സാധ്യത ഉണ്ടാകുമോ എന്നുള്ള ഒരു ആശങ്ക പോലീസിന് ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം ഈ തിരുവനന്തപുരം പട്ടം വൈദ്യുതി ഓഫീസിന് സമീപം എത്തിച്ചത്. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ നിലവിൽ പ്രതീഷ് തുടരുക. വരും മണിക്കൂറിലടക്കം വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. നമുക്കൊരു ഇടവേള അനിവാര്യമാണ്. ഇടവേളയ്ക്ക് ശേഷം ഇതേ വാർത്തയിലേക്ക് തിരികെ വരാം. പ്രിയ പ്രേക്ഷകർ തുടരുക.